എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഗ്രെയിൻസ് ഒന്നും കഴിക്കില്ല. എന്ന് വെച്ചാൽ അരി, ഗോതമ്പ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. പിന്നെ ചിലവര് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവര് വെള്ളം പോലും കുടിക്കില്ല. നിർജ്ജല ഏകാദശി എന്ന് പറയും. അവര് ഏകാദശി ദിവസം ഒന്നും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. അത് പറ്റാത്തവര് ഫ്രൂട്ട്സും പാലും കുടിക്കും. പിന്നെ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില ചാമരി അങ്ങനെയൊക്കെ പറയുന്ന ചില സംഗതികൾ കഴിക്കാം. പക്ഷേ നമ്മള് ഇതൊന്നും കഴിക്കില്ല, പയർവർഗ്ഗങ്ങള് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. ചോറും ഗോതമ്പും അങ്ങനത്തെയും കഴിക്കില്ല. ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ വിഷ്ണുവിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയല്ല എല്ലാവരും ഇത് ഒബ്സർവ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫാസ്റ്റ് ചെയ്ത് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ, സന്തോഷിപ്പിക്കാൻ. ഉപവാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു ലിവ് നിയർ ബൈ. വാസം എന്ന് പറഞ്ഞാൽ താമസിക്കുക അല്ലേ? അപ്പം അടുത്ത് താമസിക്കുക എന്നുള്ളതാണ് ഉപവാസത്തിന്റെ അർത്ഥം. അപ്പൊ ഏകാദശിയുടെ ദിവസം നമ്മൾ ഉപവസിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മള് എല്ലാ സിൻഫുൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല, പാപകർമ്മങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഈവൻ വീട്ടു ജോലികൾ കുറയ്ക്കണം. ഇപ്പൊ അരിയും ഗോതമ്പും ഒക്കെ വെച്ച് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാനാണെങ്കിൽ കുറെ സമയം എടുക്കും അല്ലേ അമ്മമാർക്ക്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി അവര് ഫ്രൂട്ട്സും മിൽക്കും മാത്രം കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ വീട്ടു ജോലിയും കുറയ്ക്കുക, എല്ലാ ജോലികളും കുറച്ചിട്ട് ഭഗവാനെ മാത്രം ധ്യാനിച്ചിരിക്കുക, ഭഗവാന്റെ അടുത്ത് വസിക്കുക ആ ഒരു ദിവസം. അതാണ് അതിൻ്റെ റിയൽ പേർപ്പസ്. അപ്പൊ നമ്മള് വീട്ടുജോലികളും ഒക്കെ കുറച്ച് നമ്മള് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, നമ്മളുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി എന്ന് വെച്ചാൽ ടി വി ഒന്നും കാണില്ല, സിനിമയ്ക്ക് പോവുക, അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അന്ന് ഭഗവാനെ മാത്രം ചിന്തിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ നാമം ജപിക്കണം, കൂടുതൽ ഓരോ ബുക്സ് ലൈക്ക് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ അന്ന് കൂടുതൽ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണം. അതാണ് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പർട്ടിക്കുലർ എല്ലാ ഏകാദശിയും, അപ്പൊ ഒരു മാസം 2 ഏകാദശി വരും. പിന്നെ ചിലപ്പോൾ 14 ദിവസം കൂടുന്നതുകൊണ്ട് ഒരു ഏകാദശിയും കൂടെ വരും. അങ്ങനെ 25 ഏകാദശി വരും ഏകദേശം. മിക്കപ്പോഴും ഒരു കൊല്ലം 25 ഏകാദശിയുള്ള വരും. ഇന്നത്തെ ഏകാദശിയുടെ പേര് മോഹിനി ഏകാദശി എന്നാണ്. അതിൻ്റെ പുറകെ ഒരു കഥയുണ്ട്. മോഹിനി ഏകാദശി വരുന്നത് ഈ കർത്തവാവ് കഴിഞ്ഞിട്ട് ഉള്ള 11ാമത്തെ ദിവസമാണ്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്നതാണ് ഈ മോഹിനി ഏകാദശി എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് സൂര്യപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പം ഒരു ദിവസം യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണന്റെ അടുക്ക ചോദിക്കും, എന്താണ് ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന് ചോദിക്കും. അപ്പോഴ് കൃഷ്ണ ഭഗവാന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. വശിഷ്ഠ മുനി രാമനോട് പറഞ്ഞു കൊടുത്ത കഥയാണ്. ഇപ്പം രാമന് സീതയെ കാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് പിന്നെ രാമന് ഭയങ്കര മനസ്സ് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം വശിഷ്ഠ മുനിയുടെ അടുക്ക ചോദിക്കും, എനിക്ക് ആകെ മനസ്സിന് ഭയങ്കര വിഷമമാണ് സീതയെ നിന്ന് മാറി താമസിക്കുന്നതിൽ. അപ്പൊ എന്ത് ഞാൻ ചെയ്യണം ഈ ദുഃഖം മാറാനെന്ന് ചോദിക്കുമ്പോ പറയും, അതിന് മോഹിനി ഏകാദശി ഫോളോ ചെയ്താൽ മതി. നമുക്ക് എല്ലാ മോഹങ്ങള് ഇതൊക്കെ വേൾഡ്ലി മോഹങ്ങളാണ് അല്ലെ? നമുക്ക് ഭാര്യ ഭർത്താവ് എന്നൊക്കെയുള്ള ആ ഫീലിംഗ് അതും മാറും. പിന്നെ നമ്മളുടെ ഭൗതികമായ എല്ലാ മിസറീസും മാറും, എല്ലാ ദുഃഖങ്ങളും മാറും, പിന്നെ എല്ലാ പാപങ്ങളും മാറും എന്ന് പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കും. ഒരിക്കല് ഒരു
ഭദ്രവതി എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത്, ആ രാജ്യം സരസ്വതി നദിയുടെ കരയിലാണ്. ആ ഭദ്രവതി രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ദ്യുതിമാന എന്ന് പറഞ്ഞൊരു രാജാവ്. ആ കിങ്ഡത്തില് ഒരു വലിയൊരു ഭക്തൻ ഉണ്ടായിരുന്നു. ആ ഭക്തന്റെ പേരാണ് ധനപാലൻ. ആ ധനപാലന് കുറേ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എല്ലാവർക്കും കിണർ കുഴിക്കുക, അമ്പലങ്ങൾ പണിഞ്ഞ. അയാളൊരു വൈശ്യനായിരുന്നു. അപ്പം കിട്ടുന്ന ധനമെല്ലാം വെച്ച് ഇങ്ങനത്തെ എല്ലാ ആൾക്കാർക്കും ഗുണകരമായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യുമായിരുന്നു. അയാൾക്ക് 5 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകന്റെ പേര് ദൃഷ്ടബുദ്ധി എന്നായിരുന്നു. അയാള് ഭയങ്കര പാപപ്രവൃത്തികൾ ചെയ്യുന്നവനായിരുന്നു ആ മോന്. എന്നിട്ട് അച്ഛന്റെ ധനമൊക്കെ എടുത്ത് അത് കള്ളുടിക്കാനും അങ്ങനെയൊക്കെ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇതുപോലെ ഭയങ്കര കൊള്ളില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. ധനപാലന് ഈ മോനെ ദൃഷ്ടബുദ്ധിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും പിന്നെ കൂട്ടുകാരൊന്നും കൂടാതായി. എന്താ വെച്ചാൽ അവന് ധനമില്ലാതായപ്പം കൂട്ടുകാരും എല്ലാം വിട്ടു. അങ്ങനെ പിന്നെ ഭയങ്കര വിശപ്പും ഒക്കെ ആയി. അപ്പൊ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് കക്കാൻ തുടങ്ങി. ഓരോ സ്ഥലത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുക. അങ്ങനെ മോഷ്ടിച്ച് ജീവിക്കുമ്പം എപ്പോഴും ഈ രാജാവിന്റെ ഭടന്മാര് ഇവനെ പിടിച്ചിട്ട് സ്പെഷ്യലി ഇത്രയും നല്ലൊരു അച്ഛന്റെ മോനാണല്ലോ എന്ന് വെച്ചുകൊണ്ട് മാറ്റും. ഒരു തവണ എന്തോ വലിയ പാപം ചെയ്തു, എന്തോ വലിയ ഇത് ചെയ്തപ്പം രാജാവിൻ്റെ അടുക്ക കൊണ്ടുപോകും. അപ്പൊ രാജാവ് പറയും, നിന്റെ അച്ഛനെ ഓർത്ത് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നീ രാജ്യം വിടണം. ഈ രാജ്യത്തിന് ജീവിക്കാൻ പറ്റില്ല. ഈ രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ ഞാൻ ജയിലിൽ പിടിച്ചിടും. അതുകൊണ്ട് നീ ഈ രാജ്യം വിടണം എന്ന് പറയും. അപ്പൊ ദൃഷ്ടബുദ്ധി രാജ്യം വിടും. രാജ്യം വിട്ട് പിന്നെ എവിടെ പോകും? വനത്തിൽ പോയി താമസിക്കാൻ തുടങ്ങും. അവിടെ ഓരോ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊന്ന് അതിൻ്റെ മാംസം കഴിച്ച് അങ്ങനെ ജീവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പം ഒരു മുനിയുടെ ആശ്രമത്തിലെത്തും. ആ മുനിയുടെ പേരായിരുന്നു കൗണ്ഡിന്യ. കൗണ്ഡിന്യ എന്ന് പറഞ്ഞ ഒരു മുനിയുടെ ആശ്രമത്തിലെത്തും. അപ്പൊ ആ മുനി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വരികയായിരുന്നു. അപ്പൊ ഗംഗയിൽ കുളിച്ച് തിരിച്ചു വരുമ്പം ആ നനഞ്ഞ ഉടുപ്പിലെ കുറച്ച് വെള്ളം ഈ ദൃഷ്ടബുദ്ധിയുടെ മേത്ത് വീണു. അപ്പോഴത്തേക്കും അയാൾ പ്യൂരിഫൈഡ് ആകും. എന്നിട്ട് റിപ്പൻറ്റ് ചെയ്യും, ഞാൻ ചെയ്ത തെറ്റാണല്ലോ, തെറ്റ് കുറെ ചെയ്തല്ലോ എന്നൊക്കെ. എന്നിട്ട് പറയും ഈ മുനിയുടെ അടുക്കൽ, ഞാൻ എന്താ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഈ മുനി പറയും, അത് ഇനി വരാൻ പോകുന്ന ഏകാദശി മോഹിനി ഏകാദശിയാണ്. ആ ഏകാദശി നീ നല്ലോണം നോക്കിയാല് നിന്റെ ഈ പാപങ്ങളെല്ലാം മാറും. മേരു മൗണ്ടൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മൗണ്ടൻ. ആ മൗണ്ടൻ അത്രയും പാപമുണ്ടെങ്കിൽ പോലും അതെല്ലാം നശിച്ചു പോകും. ഈ മോഹിനി ഏകാദശി നീ ഒബ്സർവ് ചെയ്താലെന്ന് പറയും. അപ്പം അയാള് ആ ഏകാദശി കൃത്യമായിട്ട് നോക്കും. അപ്പൊ അത് നല്ലോണം പ്യൂരിഫൈഡ് ആയിട്ട് വൈകുണ്ഠത്തിൽ പോകും. ആ ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിൽ പോകും. അപ്പൊ ഈ കഥ വശിഷ്ഠ മുനി ശ്രീരാമന്റെ അടുക്ക പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്നിട്ട് ഈ കഥ കൃഷ്ണൻ യുധിഷ്ഠിരന്റെ അടുക്ക പറയുകയാണ്. ഇതാണ് ഈ ഏകാദശിയുടെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഓരോ ഏകാദശിക്ക് നമ്മൾ ഭഗവത്ഗീതയിലെ ഓരോ ചാപ്റ്ററിന് ഓരോ കഥയുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന കഥ പത്മപുരാണത്തിലുണ്ട് അല്ലെ. നമ്മളിപ്പോ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞു തന്നു ആ കഥ. എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഭഗവത്ഗീത 1ാമത്തെ ചാപ്റ്റർ പഠിച്ചാൽ അതിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞു തന്നു. ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു, സുശർമ്മ എന്ന് പേരുള്ള. കുറേ തെറ്റുകള് പാപങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അയാൾ ഒരു തവണ കാട്ടിൽ പോയപ്പം ഒരു
ഒരു പാമ്പ് അയാളെ കുത്തി അങ്ങനെ മരിച്ചു പോകും. അപ്പം യമരാജന്റെ അടുക്ക ചെല്ലും. അപ്പൊ കുറെ കാലം ഈ നരകത്തിൽ താമസിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഭൂമിയിൽ ഒരു കാളയായിട്ട് പറക്കും. എന്നിട്ട് ആ കാളയുടെ ഓണറ് കുറേ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. കുറേ പണി ചെയ്ത് അത് ക്ഷീണിച്ചൊരു തവണ ബോധം കെട്ട് താഴെ വീണ് മരിച്ചു. അപ്പോഴ് അത് കണ്ടു നിന്ന ആൾക്കാർക്ക് കഷ്ടം തോന്നി. അപ്പൊ ഒരാള് പറഞ്ഞു, എൻ്റെ എല്ലാ നല്ല പയസ് ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ഈ കാളയ്ക്ക് ദാനം ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ എല്ലാവരും അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു, എൻ്റെ നല്ല കർമ്മങ്ങളെല്ലാം അവന് കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആ സ്ത്രീയും പറഞ്ഞു, എനിക്കുള്ള നല്ല ഇതെല്ലാം ഞാൻ ഇവന് കൊടുക്കുന്നു, ഈ കാളയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയും. എന്നിട്ട് ഈ കാളയുടെ ആത്മാവ് യമരാജന്റെ അടുക്ക ചെല്ലുമ്പം യമരാജൻ പറയും, ഒരു ചീത്ത സ്ത്രീ നിങ്ങൾക്ക് നല്ല ഇത് തന്നത് കാരണം, അവരുടെ നല്ല ഇതെല്ലാം തന്നത് കാരണം നിങ്ങൾ ഇനി ജന്മം എടുക്കാൻ പോകുന്ന നല്ലൊരു ബ്രാഹ്മണനായിട്ടായിരിക്കും നിങ്ങൾ ജന്മം എടുക്കുന്നത് എന്ന് പറയും. നല്ല വേദങ്ങളും ഒക്കെ പഠിച്ച് നല്ലൊരു ബ്രാഹ്മണനായിട്ട് ജന്മം എടുക്കുന്ന പറയും. അങ്ങനെ അത് ജന്മം എടുക്കും. ഓ സോറി, ഇന്ന് നമ്മൾ ചാൻറ്റ് ചെയ്തില്ല അല്ലേ? ഓക്കെ, ഈ കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചാൻറ്റ് ചെയ്യാം. ഞാൻ മറന്നുപോയി. അപ്പോഴ് ആ ജന്മം എടുത്ത് അപ്പൊ എന്ത് ചെയ്യും? അയാൾ ബ്രാഹ്മണനായി കഴിഞ്ഞിട്ട് ഈ ചീത്ത സ്ത്രീയെ അന്വേഷിച്ച് നടക്കും. എന്താണ് അവര്, എന്ത് പുണ്യമാണ് ചെയ്തത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടാൻ അറിയാൻ വേണ്ടി എങ്ങനെ പോയി ഈ സ്ത്രീയെ കണ്ടുപിടിക്കും. അപ്പൊ ആ സ്ത്രീയുടെ അടുക്ക ചോദിക്കും, നിങ്ങൾ എന്ത് പുണ്യമാ ചെയ്തത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടാനെന്ന് ചോദിക്കും. അപ്പൊ പറയും, എനിക്കറിയില്ല, ഞാന് ഒന്നും ചെയ്യാറില്ല, നല്ലതായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു തത്തയുണ്ട്. ആ തത്ത എല്ലാ ദിവസവും രാവിലെ ഏതാണ്ടോ പാടും, ഞാനും അതിൻ്റെ കൂടെ പാടും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ തത്തയുടെ അടുക്ക ചെന്ന് ചോദിക്കും, തത്തേ നീ എന്താ പാടുന്ന എല്ലാ ദിവസവും എന്ന് ചോദിക്കും. അപ്പൊ തത്തയുടെ കഥ പറഞ്ഞു കൊടുക്കും. തത്തയും ഒരു ബ്രാഹ്മണനായിരുന്നു കഴിഞ്ഞ ജന്മം, അതും ചീത്ത പ്രവർത്തികൾ ചെയ്തിരുന്നതാ. അപ്പം കുറെ കാലം ആ തത്തയും നരകത്തിൽ ജീവിക്കേണ്ടി വന്നു. എന്നിട്ട് ഒരു തത്തയായിട്ട് പിറന്നു. ആ ബ്രാഹ്മണൻ തത്തയായിട്ട് പിറന്നു. അപ്പൊ ആ തത്ത ജനിച്ച ഉടനെ തന്നെ അതിന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് അതിന്റെ അമ്മയും അച്ഛനും മരിച്ചു പോകും. അപ്പൊ അതിങ്ങനെ ചാകാൻ പോലെ ഒരു ഡെസേർട്ടില്, ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു വെള്ളമൊന്നുമില്ലാത്ത ഒരു സ്ഥലമില്ലേ, അവിടെ ഇങ്ങനെ കിടക്കുമ്പം അതിലേ ഒരു ഋഷി പോകും. അപ്പൊ ആ ഋഷി ഈ തത്തയെ കാണും, ചാകാറായി കിടക്കുന്ന തത്തക്കുഞ്ഞിനെ കാണുമ്പോ അതിനെ എടുത്തോണ്ട് ആശ്രമത്തിൽ കൊണ്ടുപോകും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഈ മുനിയുടെ കുട്ടികള്, മുനികുമാരന്മാര് ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഭഗവത്ഗീത എപ്പോഴും ചൊല്ലുന്ന കേൾക്കും ഈ തത്ത. ഇങ്ങനെ ധൃതരാഷ്ട്രുവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേര് പാടും. അപ്പൊ ഈ തത്തയും അതിൻ്റെ കൂടെ പാടും. അങ്ങനെ ഇരിക്കുമ്പം ഒരു കള്ളൻ ഈ തത്തയെ പിടിച്ചോണ്ട് കൊണ്ടുപോയി കമ്പോളത്തില് ഈ മാർക്കറ്റിൽ കൊണ്ടുപോയി അതിനെ വിൽക്കും. അപ്പൊ അതിനെ വിൽക്കുമ്പോഴ് ഈ ചീത്ത സ്ത്രീ ആ തത്തയെ വാങ്ങും. എന്നിട്ട് ആ തത്ത വീട്ടിലിരുന്ന് ഈ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്ററെ പഠിപ്പിച്ചുള്ളൂ ആ മുനിയുടെ മക്കളെ. ഇനി അടുത്ത ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എത്തുന്നതിന് മുമ്പ് ഈ കള്ളൻ ഈ തത്തയെ പിടിച്ചു. അപ്പൊ ഈ തത്ത ഈ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയെ അതിൻ്റെ കൂടെ ഇരുന്ന് പാടുമായിരുന്നു. അതിന് അത്ര പുണ്യം ഉണ്ട്. ആ ജസ്റ്റ് ആ ഫസ്റ്റ് ചാപ്റ്റർ പാടുന്ന കൊണ്ട് മാത്രം അത്രയും പുണ്യമുണ്ട്. അത് ആര് പറഞ്ഞു കൊടുക്കുന്നത്? വിഷ്ണുവിൻ്റെ അടുക്കൽ ലക്ഷ്മി ദേവി ചോദിക്കും,
എന്താണ് ഭഗവത്ഗീതയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. എന്നിട്ട് വിഷ്ണു ഭഗവാൻ പറയും, എന്തിനാ ഒരു ഫുൾ ചാപ്റ്റർ പഠിക്കണം എന്നില്ല, ജസ്റ്റ് ആ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ശ്ലോകം എല്ലാ ദിവസവും ഓരോ ശ്ലോകം പാടിയാൽ മതി. എന്നാ പോലും നല്ല അടുത്ത ജന്മം നല്ലൊരു ജന്മം കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുപോലെ എല്ലാ ഏകാദശിക്കും ഉണ്ട് ഒരു കഥ, അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടുള്ളത്. അതാണ് നമ്മളിപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് നാമം ജപിക്കാം. നമോ വിഷ്ണു പാദായ കൃഷ്ണ പ്രേഷ്ഠായ ഭൂതലേ അല്ല ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ.
Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. താങ്ക് യു മഞ്ജിമ എന്നെ ഓർപ്പിച്ചതിന്. നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും ജപിക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ്സിൽ വരാത്ത ദിവസവും ഫ്രൈഡേസ് എല്ലാം ജപിക്കണം. അങ്ങനെ ആവുമ്പം നമുക്ക് കുറച്ച് ദിവസം അതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധവാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, ഇനി നമ്മള് ഇന്നത്തെ ശ്ലോകത്തിലോട്ട് പോകാം. അപ്പൊ ഈ ശ്ലോകം ആദ്യം ഞാൻ വായിക്കാം. ദൃഷ്ടകേതുശ്ചൈകീതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതുശ്ചൈകീതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതുവും ചേകിതാനഃ ചേകിതാനും വീര്യവാനായ കാശിരാജശ്ച കാശിരാജാവും പുരുജിത്തും കുന്തിഭോജശ്ച കുന്തിഭോജനും നരപുംഗവഃ നരപുംഗവനായ ശൈബ്യശ്ച ശൈബ്യനും. ശ്രീല പ്രഭുപാദിന്റെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. ദൃഷ്ടകേതു ചേകിതാനൻ കാശിരാജാവ് പുരുജിത് കുന്തിഭോജൻ ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? കുറെ യോദ്ധാക്കളുടെ ഒക്കെ പേര് പറയുകയാണ് അല്ലെ? അപ്പൊ ഈ ആരാ പറയുന്ന? ദുര്യോധനൻ. എഗെയിൻ നമ്മൾ എല്ലാ ക്ലാസ്സിലും ഞാൻ ചോദിക്കാറുണ്ട് ആരാ ഇത് പറയുന്നതെന്ന്. ഇപ്പൊ ദുര്യോധനനാണ്. ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്രരും, രണ്ടാമത്തെ ശ്ലോകം
സഞ്ജയനും പറയുന്നു അല്ലെ. എന്നിട്ട് സഞ്ജയൻ പറയുന്നു ദുര്യോധനൻ ആചാര്യനായ ദ്രോണരുടെ അടുക്ക ചെന്ന് പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ 3-ാമത്തെ ശ്ലോകം തൊട്ട് ദുര്യോധനനാണ് പറയുന്നത്. അപ്പൊ ഈ 3-ാമത്തെ ശ്ലോകം തൊട്ട് 11-ാമത്തെ ശ്ലോകം വരെയും ഇനി ദുര്യോധനന് 2 ആർമിയിലുള്ളവരെയും കമ്പാരിറ്റീവ് സ്ട്രെങ്ത് പറയുകയാണ്. പാണ്ഡവരുടെ സൈന്യത്തിൽ ഇന്ന കേമന്മാരുണ്ട്, നമ്മളുടെ സൈന്യത്തിൽ ഇന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അയാൾ ഒരു കമ്പാരിസൺ പറയാണ് 2 ആർമീസിന്റെ. അപ്പൊ ആ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യാണ്. ഫ്രം 3rd ശ്ലോക ആ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തവണ എന്തൊക്കെയാ പറയുന്നത്? ഈ ആൾക്കാരുടെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 2 വാക്കുകൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണെന്നറിയോ? വീര്യവാൻ, പിന്നെ നരപുങ്കവ. വീര്യവാൻ എന്ന് പറഞ്ഞാൽ നല്ല വീര്യനായിട്ടുള്ള, നല്ല ശക്തിവാനായ ഒരു ആണെന്ന് പറയുന്നു. പിന്നെ നരപുങ്കവ. നരപുങ്കവ എന്ന് പറഞ്ഞാല് നരപുങ്കവൻ എന്ന് പറഞ്ഞാല് ലീഡർ ഓഫ് ദി മെൻ എന്നാണ് അർത്ഥം. നര എന്ന് പറഞ്ഞാൽ ലീഡർ, മനുഷ്യന്റെ ലീഡർ, അവരുടെ നയിക്കുന്ന ആള് എന്നാണ് പറയുന്നത്. ഈ ശരിക്ക് പുങ്കവ എന്നുള്ള സംസ്കൃത വാക്കിന്റെ അർത്ഥം ബുള്ളെന്നാണ്. ബുള്ളെന്ന് പറഞ്ഞാൽ കാള, പുങ്കവ എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. കാളയാണ് നല്ല സ്ട്രോങ് ആണ്. ഈ ഡൊമസ്റ്റിക് ആനിമൽസും വൈൽഡ് ആനിമൽസും ഉണ്ട് അല്ലെ, നമ്മൾ കൊച്ചിലെ പഠിക്കുന്നതാണ്. വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ വനത്തിൽ താമസിക്കുന്ന മൃഗങ്ങള്, അത് പുലി, കടുവ അങ്ങനത്തെയൊക്കെ. പിന്നെ ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ട്, വീട്ടിൽ വളർത്തുന്ന, വീട് ഗ്രാമങ്ങളിലും വീടിലൊക്കെ വളർത്തുന്ന. അതിൽ വെച്ച് നല്ല സ്ട്രോങ് ആണ് കാള. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന നരപുങ്കവ, മനുഷ്യരിൽ വെച്ച് കാള പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആള് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഈ ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആളുകളെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? അവരുടെ കോംപ്ലിമെന്റ്സ് ഒക്കെ പറയുന്ന എന്തിനാണ്? വീര്യവാനാണ്, ഒരാള് നരപുങ്കവനാണ് എന്നൊക്കെ പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ സ്വന്തം ആർമിയിലുള്ള ആൾക്കാര് എല്ലാം കേൾക്കുകയാണ്. ദ്രോണരുടെ ചെവിയിൽ ചെന്നല്ല പറയുന്നത്. എല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ, സൈന്യം ഇങ്ങനെ നിൽക്കുകയാണ് റെഡി ടു ഫൈറ്റ്. ആ സമയത്ത് ദ്രോണരുടെ പറയുമ്പം എല്ലാരും കേൾക്കുന്നുണ്ട്. ആ സ്വന്തം സൈന്യ ബലം മുഴുവനും ഇത് കേൾക്കുകയാണ് പറയുന്നത്. അപ്പം അയാള് നല്ല കേമനാണ്, മറ്റേ നോക്കിയേ ശൈഡ്യൻ ഇങ്ങനെയാണ്, ദൃഷ്ടകേതു ഇങ്ങനെയാണ്, ചേകിത്താന അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവരോട് പറയാണ്, അത് കാരണം നിങ്ങൾ സൂക്ഷിക്കണം, അവരൊക്കെ മിടുക്കന്മാരാണ്, നമുക്ക് കൂടുതൽ സൈന്യബലമുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ, പാണ്ഡവർക്ക് 7 അക്ഷൗഹിണിയുള്ളപ്പം കൗരവർക്ക് എത്രയുണ്ട്? 11 അക്ഷൗഹിണിയുണ്ട്. അപ്പൊ നമ്മൾക്ക് കൂടുതൽ സൈന്യ ബലമുണ്ടെങ്കിലും അവര് കേമരാണ്, അവര് വീര്യ ഉള്ളവരാണ്. അത് കാരണം നിങ്ങള് അത് കൺസിഡർ ചെയ്തിട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കല്ലേ, നിങ്ങൾ നല്ലോണം ഫൈറ്റ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. അവരുടെ കേമമായിട്ടുള്ള മനുഷ്യരെ എല്ലാം പുകഴ്ത്തി പറയുന്നത് ഫോർ ഹിസ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അവരും ഒക്കെ നല്ല ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ അത്ര ലാഘവത്തോടെ കാണല്ല ഈ വോറ്. നിങ്ങൾ സൂക്ഷിക്കണം, അവര് മിടുക്കന്മാരാണ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ദ്രോണരോടും പറയാണ്, ദ്രോണരും സൂക്ഷിക്കണം, അല്ലാതെ പാണ്ഡവരോടുള്ള ഒരു സോഫ്റ്റ് കോർണർ വെച്ച് ഈ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങല്ല. അപ്പം നല്ല വീര്യത്തോട് തന്നെ ഫൈറ്റ് ചെയ്യണം എന്ന് ദ്രോണരും ഭീഷ്മരോടും ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഭീഷ്മർക്കും ദ്രോണർക്കുമാണ് പാണ്ഡവരോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത്, എന്നുവെച്ചാൽ അവരോട് കുറച്ച് ചായ്വുള്ളത്. അപ്പൊ അവർക്ക് രണ്ടുപേരുടെ അടുക്കലും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം,
അവര് നല്ല ബലവാന്മാരായിട്ടുള്ളവരാണ് അപ്പുറത്തെ സൈഡില്. എന്നിട്ട് 2-3 തവണ ദ്രുപദന്റെ പേരൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ദ്രോണർക്ക് ദേഷ്യം കൂട്ടാൻ വേണ്ടി. അപ്പൊ ഇതെല്ലാം പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ആൾക്കാര് സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ്. അപ്പൊ അവർക്കൊരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് 1-2 വേഴ്സസ് കഴിയുമ്പോൾ ഇനി സ്വന്തം ആർമിയെ പുകഴ്ത്തി പറയും ദുര്യോധനൻ. അവരുടെ നല്ല ക്വാളിറ്റീസ് എല്ലാം പറയും. പിന്നെ ഇത് ഭീഷ്മര് കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് 12ാമത്തെ ശ്ലോകം വരുമ്പോഴ് ഭീഷ്മര് അത് കാണിച്ചു കൊടുക്കും. ഞാൻ കേട്ടു എന്നുള്ള അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന കാണും നമ്മൾ 12ാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോ. അപ്പൊ ഇപ്പോഴ് ഈ ശ്ലോകത്തില് ഈ സ്വന്തം സൈന്യർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവിടെയും നല്ല വീര്യന്മാരായിട്ടുള്ള യോദ്ധാക്കളുണ്ട്, അത് കാരണം നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളൊരു വാർണിംഗ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ഡിഫറെന്റ് ആൾക്കാരെ ഈ പറഞ്ഞിരിക്കുന്ന പേരുടെ പ്രത്യേകതകൾ നോക്കാം. ദൃഷ്ടകേതു എന്ന് പറയുന്ന ശിശുപാലന്റെ മകനാണ്. ശിശുപാലൻ ആരാന്നറിയാമോ? ചേതി രാജാവാണ്. ആ ശിശുപാലനെ കൃഷ്ണൻ കൊല്ലും. ഇതിനു മുമ്പ്, ഈ വാർ നടക്കുന്നതിന് മുമ്പ് തന്നെ ശിശുപാലനെ കൊല്ലും കൃഷ്ണൻ സുദർശന ചക്രം വെച്ച് യുധിഷ്ഠിരന്റെ രാജസൂയ സമയത്ത്. ആ കഥ ഞാൻ പറയാം, ഈ ആൾക്കാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പൊ എന്നാലും ശിശുപാലന്റെ മകൻ പാണ്ഡവരുടെ സൈഡിൽ നിന്നു. എന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ചാല് ദൃഷ്ടകേതുവിനും മാത്രമല്ല ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം ശിശുപാലന്റെ കുഴപ്പമാണെന്ന്. അല്ലാതെ കൃഷ്ണൻ വെറുതെ അല്ല കൊന്നത്. കൃഷ്ണൻ കഴിയുത്തോളം ശ്രമിച്ചു, അത് കഴിഞ്ഞിട്ടാണ് കൊന്നത്. ലാസ്റ്റ് സഹിക്കാൻ മേലാതായപ്പോഴാണ് കൊന്നത് എന്നുള്ളത് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ദൃഷ്ടകേതു ശിശുപാലന്റെ മകനായിട്ടും പാണ്ഡവരുടെയും കൃഷ്ണന്റെയും സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്തത്. ഇനി അടുത്ത ആളാരാണ്? ചേകിത്താന ആരാണെന്നറിയാമോ? ഈ ദൃഷ്ടകേതുവിന്റെ മകന്. അപ്പൊ ദൃഷ്ടകേതുവിന്റെ മകനാണ് ചേകിത്താന. അപ്പൊ ഈ മഹാഭാരത വാർ നോക്കുകയാണെങ്കിൽ 5 ജനറേഷൻസ് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. ഭീഷ്മരെന്ന് പറഞ്ഞ പിതാമഹനാണ്, അച്ഛന്റെ അച്ഛൻ അല്ലെ. അപ്പം അച്ഛന്റെ ഇതിലുള്ള പലരുമുണ്ട്. ഭീഷ്മര് മാത്രമല്ല വേറെ ആൾക്കാരുമുണ്ട് അങ്ങനെ അച്ഛന്റെ സൈഡ് ഇതില്. പിന്നെ ഉള്ളത് അച്ഛന്റെ പ്രായത്തിലുള്ള ആൾക്കാരും കുറെ പേരുണ്ട്. അതാണ് സോമദത്ത എന്നൊക്കെ പറയുന്ന ഈ ധൃതരാഷ്ട്രന്റെ ഒക്കെ ഏജിലുള്ള ആൾക്കാരാണ്. പിന്നെ ഈ അർജുനൻ, ദുര്യോധനൻ അവരുടെ ഏജിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. അശ്വത്ഥാമാവ്, കൃതവർമ്മ അവരൊക്കെ സെയിം ഏജാണ്. പിന്നെ അതിൻ്റെയും താഴെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ് ദുര്യോധനന്റെ മകൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അർജുനന്റെ മകൻ അഭിമന്യു ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ജനറേഷനും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലക്ഷ്മണൻ ആരാണ്? ദുര്യോധനന്റെ മകൻ. ലക്ഷ്മണന്റെ മകനും ഈ വാറിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 5 ജനറേഷൻ ഉണ്ട് ഈ ഫൈറ്റിങ്ങില്. അത്ര വലിയ ഒരു വാറായിരുന്നു. 5 ജനറേഷൻ ആൾക്കാര് ഈ വാറിൽ പങ്കെടുത്തിരുന്നു. ഇനി ചേകിത്താനയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഉള്ളത് നമ്മൾ കണ്ടത് ചേകിത്താന, കാശി രാജാവ്, പുരുജിത്ത്. ഇവരൊക്കെ കാശിയിലെ രാജാവാണ്. കാശി രാജാവ് പുരുജിത്ത് എന്ന് പറയുന്ന പുരു രാജ്യത്തിലെ രാജാവായിരുന്നു. അവരെ കുറിച്ച് കൂടുതലൊന്നും മഹാഭാരതത്തിലും പറയുന്നില്ല. പിന്നെയുള്ള കുന്തി ഭോജൻ എന്ന് പറഞ്ഞാല് ശരിക്കും കുന്തി ആരാണ്? പാണ്ഡവരുടെ അമ്മ അല്ലെ. കുന്തി ദേവിയുടെ വളർത്തച്ഛനാണ് കുന്തി ഭോജൻ. ശരിക്കും കുന്തി വസുദേവർ, കൃഷ്ണന്റെ അച്ഛൻ വസുദേവരുടെ പെങ്ങളാണ് കുന്തി ദേവി. അവരുടെ അച്ഛൻ സുരസേന എന്ന് പറയുന്ന രാജാവാണ്. അപ്പൊ സുരസേനയും
കുന്തി ഭോജനും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ കുന്തി ഭോജന് മക്കളൊന്നും ഇല്ലാത്തപ്പം വസുദേവര് ഈ കുന്തിയുടെ അപ്പോഴത്തെ പേര് പൃഥ എന്നായിരുന്നു. അപ്പൊ പൃഥയെ കൊടുക്കും, കുന്തി ഭോജന് കുഞ്ഞിനെ കൊടുക്കും. അങ്ങനെ കുന്തി ഭോജൻ വളർത്തിയത് കൊണ്ടാണ് കുന്തി എന്നുള്ള പേര് കിട്ടിയത്. അങ്ങനെ കുന്തി ഭോജൻ ഇവരെല്ലാം നല്ല വില്ലാളി വീരന്മാരാണ്. അങ്ങനെ കുന്തി ഭോജൻ അതാണ്. പിന്നെയുള്ള ശൈബ്യനും ഒരു വലിയ വീരാളിയായിരുന്നു. അപ്പൊ ഇത്രയും പേര് ഈ ഫൈറ്റിംഗ് നല്ല കഴിവുള്ള ആൾക്കാര് എന്ന് ദുര്യോധനൻ പറയുകയാണ്. ഇനി നമുക്ക് ശിശുപാലൻ എന്തിനാണ് കൃഷ്ണൻ കൊന്നതെന്ന് നോക്കാം. ശിശുപാലൻ ശരിക്കും കുന്തിയുടെയും വസുദേവരുടെയും ഒക്കെ വേറെ ഒരു പെങ്ങളാണ്. കുന്തി ദേവിയെ പോലെ തന്നെ വേറെ വസുദേവർക്കുള്ള ഒരു സിസ്റ്ററാണ്. ഇപ്പൊ സുരസേനയുടെ വേറെ ഒരു മകളാണ് ഈ ശിശുപാലന്റെ അമ്മ. അപ്പം എന്ത് വന്നു, ശിശുപാലനും കൃഷ്ണനും കസിൻ ബ്രദേഴ്സാണ്. അപ്പം ഈ ശിശുപാലൻ ഉണ്ടായപ്പോഴ് 4 കൈകളും 3 കണ്ണുകളും ഒക്കെ ഉണ്ടായിട്ടാണ് ജനിച്ചത്. അപ്പോഴ് ഒരു അശരീരിക്കും ഇവൻ നല്ല പവർഫുൾ ആയിരിക്കും, നല്ല കഴിവുള്ള ആയിരിക്കും ഈ പുത്രൻ. പക്ഷേല് മരിക്കാൻ പോകുന്നത് ഒരു വലിയൊരു ഹീറോ ആയിരിക്കും കൊല്ലാൻ പോകുന്നതെന്ന് പറയും. അപ്പൊ ഈ അമ്മ ചോദിക്കും, ആരാണ് ആ ഹീറോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഈ കുഞ്ഞിനെ ആരാണോ മടിയിൽ വെക്കുമ്പം അതിൻ്റെ എക്സ്ട്രാ കൈയും കണ്ണും എല്ലാം പോകുന്നത് ആ ആളായിരിക്കും ഈ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നതെന്ന് പറയും. അങ്ങനെ കൃഷ്ണൻ ആ വീട്ടിൽ വരുമ്പോ കൃഷ്ണന്റെ മടിയിൽ ഈ കുഞ്ഞിനെ വെക്കുമ്പം ഈ 2 എക്സ്ട്രാ കൈയും ആ ഒരു എക്സ്ട്രാ കണ്ണും പോകും. എന്നിട്ട് സാധാരണ കുട്ടിയെ പോലെയാകും. അപ്പോഴ് മനസ്സിലാകും, ആ അമ്മയ്ക്കും എല്ലാവർക്കും മനസ്സിലാകും, കൃഷ്ണന്റെ കയ്യിൽ നിന്നായിരിക്കും ഈ കുട്ടിയുടെ മരണം. അപ്പൊ ആ അമ്മ പറയും, അപ്പൊ അമ്മായിയാണ് അല്ലേ, അച്ഛന്റെ പെങ്ങള് പറയും, ഈ അവനെ ഫൊർഗീവ് ചെയ്യണം, അവൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താല് പൊറുക്കണം എന്ന് പറയുമ്പോ പറയും, ഞാൻ 100 തെറ്റ് വരെ ഞാൻ പൊറുക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൊറുക്കില്ല, ഞാൻ അവനെ കൊല്ലും എന്ന് പറയും. അങ്ങനെ ഏത് സമയവും ഈ ശിശുപാലന് കൃഷ്ണനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചീത്ത തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണൻ ചെയ്യുന്നതിൽ അതിന് കുറ്റം കണ്ടുപിടിക്കുക, അങ്ങനെയായിരുന്നു കൊച്ചിലേ തൊട്ട്. അങ്ങനെ ഈ യുധിഷ്ഠിരൻ ഒരു രാജസൂയ യജ്ഞം നടത്തുമ്പം ഈ രാജസൂയ യജ്ഞത്തില് ഏറ്റവും മികച്ച ആൾക്ക്, ഏറ്റവും കഴിവുള്ള ആൾക്ക് പൂജ ചെയ്യും. ടു ഷോ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ദ എന്താ പറയുന്ന ടോപ്പ് മോസ്റ്റ് ആളാണെന്ന് കാണിക്കാൻ അഗ്രപൂജ ആ ആൾക്ക് ചെയ്യും. അപ്പൊ യുധിഷ്ഠിരൻ കൃഷ്ണനാണ് അഗ്രപൂജ ചെയ്തത്. അപ്പോഴും ശിശുപാലന് സഹിച്ചില്ല. അപ്പൊ ശിശുപാലൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, കൃഷ്ണനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറയും. എന്താ 16,008 ഭാര്യമാരുള്ളതും കൗഹേർഡ് ബോയ് ആണെന്നും അല്ലെ, ഒരു ഈ പശുവിനെ മേയ്ക്കുന്ന ആളല്ലേ ആണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കളിയാക്കി പറയും. അങ്ങനെ 100 ക്രോസായി. അപ്പോഴ് സുദർശന ചക്രം വിട്ടിട്ട് തല അങ്ങനെ ഛേദിച്ചെടുക്കും. പക്ഷെ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് പോലും പോകാതെ, എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ അശുദ്ധമാകും ആ അശ്വമേധയാഗം. അത് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് പോലും പോകാതെ അവനെ കൊല്ലും. അപ്പൊ കൊല്ലുമ്പോ എല്ലാരും കാണും ഒരു ലൈറ്റ് ഈ ഡെഡ് ബോഡിന്ന് കൃഷ്ണന്റെ മേത്തോട്ട് പോകുന്നത്. അപ്പം അയാൾക്ക് സായുജ്യ മുക്തി കിട്ടി എന്നർത്ഥം. അപ്പൊ ശിശുപാലനും അതുപോലെ തന്നെ വേറെ ഒരു പെങ്ങളുടെ മോനാണ് ദണ്ഡവക്ര. ഈ 2 ശിശുപാലനും ദണ്ഡവക്രയും കൊച്ചിലേ തൊട്ട് സംരക്ഷിച്ചിരുന്ന മുഴുവനും ഒരു ജരാസന്ധൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു.
ആ ജരാസന്ധനാണെങ്കിൽ കൃഷ്ണന്റെ ഏറ്റവും വലിയ എനിമിയായിരുന്നു. അപ്പൊ ഈ ജരാസന്ധനാണ് ഇവരെ രണ്ടുപേരെയും വളർത്തിയത്. അപ്പൊ കുറ്റമാണോ ഈ രണ്ട് കൊച്ചു പിള്ളേര് കൊച്ചിലേ തൊട്ട് കൃഷ്ണന്റെ ചീത്ത തന്നെ കേട്ടോണ്ടിരിക്കുക? അങ്ങനെ അവർക്കും കൃഷ്ണനോട് ദേഷ്യം വന്നു. അപ്പൊ നോക്കിയേ, നമ്മൾക്ക് ബാഡ് അസോസിയേഷൻ ആണെങ്കിൽ, നമ്മൾ ചീത്ത ആൾക്കാരുമായിട്ട് കൂടുകയാണെങ്കിൽ നമ്മളും ചീത്തയായി പോകും. അത് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഏത് കൂട്ടുകെട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത്. ഈ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഷോ മീ യുവർ ഫ്രണ്ട്സ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ എന്ന്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾ ഏത് തരം ആളാണെന്ന് എന്ന് പറയും. അതുപോലെ ഈ കുട്ടികള് കൊച്ചിലേ തൊട്ട് കേൾക്കുന്ന കൃഷ്ണന്റെ ചീത്ത കാര്യങ്ങളാണ്. കൃഷ്ണൻ അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെയാണ് ഈ ജരാസന്ധൻ എപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവരും ചീത്തയായി. ഈ ശിശുപാലനും ശിശുപാലനെ ഈ രാജസൂയ യജ്ഞത്തിൽ വെച്ച് കൊന്നു. ദണ്ഡവക്രയും വേറൊരു അവസരത്തിൽ കൊല്ലും, കൃഷ്ണൻ തന്നെ കൊല്ലും. ഇവരുടെ പിന്നിൽ അവരുടെ പഴയ ജന്മത്തിനൊരു കഥയുണ്ട്. അവര് ശരിക്കും ജയ വിജയ എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിന്റെ ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്നു. ഈ ഗാർഡ് പോലെ ഇങ്ങനെ നിൽക്കില്ലേ ഗേറ്റിന്റെ മുമ്പിൽ, വൈകുണ്ഠം വിഷ്ണു ഭഗവാൻ താമസിക്കുന്ന വൈകുണ്ഠത്തിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. 7 കവാടമുണ്ട്, അതില് 7ാമത്തെ ലാസ്റ്റ് കവാടത്തിൽ നിൽക്കുന്നവരായിരുന്നു ഈ ജയ ആൻഡ് വിജയ. അപ്പോഴ് ഈ 4 കുമാരന്മാരുണ്ട്, സനത് കുമാരന്മാര് 4 പേര്. അവര് ബ്രഹ്മാവിന്റെ മക്കളാണ്. പക്ഷെ അവര് എപ്പോഴും കണ്ടാൽ 5 വയസ്സേ തോന്നിക്കുള്ളൂ. കൊച്ചു കുട്ടികളെ പോലെ അവര് വളരുന്നില്ല. ആ കുട്ടികളല്ല, ശരിക്കും അവര് വലിയ ആൾക്കാർ തന്നെയാ. പക്ഷെ കുട്ടികളെ പോലെ അവരിയ്ക്കുന്നത്. അവര് ഒരു തവണ വൈകുണ്ഠത്തില് വിഷ്ണു ഭഗവാനെ കാണാൻ വരും. അപ്പൊ 6 കവാടത്തിൽ കൂടി അവര് വേഗം നടന്നിങ്ങി വരും. 7ാമത്തെ കവാടത്തിലെത്തിയപ്പം ഈ ജയവിജയന്മാര് നിർത്തും. എന്നിട്ട് കടക്കാൻ പാടില്ല എന്ന് പറയും. ഇവര് കൊച്ചു പിള്ളേരായോണ്ട് അവര് വിചാരിക്കും ഇവര് ആരാണ്ടോ പിള്ളേര് തെറ്റി വന്നതാന്ന് വിചാരിച്ച് അവരെ നിർത്തും. അപ്പൊ ഈ കുമാരന്മാർക്ക് ദേഷ്യം വരും. എന്നിട്ട് പറയും, വൈകുണ്ഠത്തിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ചിന്താഗതിയോ? ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അത്രയും പ്യുവർ സോൾസ് അല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. എന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ ശപിക്കും. നിങ്ങള് 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ശപിക്കും. അത് കഴിഞ്ഞ് പിന്നെ വിഷ്ണു ഭഗവാൻ വരും, അങ്ങനെയൊക്കെ കഥകളുണ്ട്. അത് പോട്ടെ. അങ്ങനെ അവര് ആദ്യം പിറക്കുന്നത് ഹിരണ്യാക്ഷയും ഹിരണ്യകശിപുവുമായിട്ടാണ്. ഹിരണ്യകശിപുവിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു ഒരു ക്ലാസ്സില്. പ്രഹ്ലാദന്റെ അച്ഛനാണ് ഹിരണ്യകശിപു. ഹിരണ്യാക്ഷ എന്ന് പറയുന്ന ആ ബ്രദറും. അപ്പൊ ആദ്യത്തെ ജന്മം അവരുടെ ഹിരണ്യാക്ഷയും ഹിരണ്യകശിപുവുമായിട്ട്. 2ാമത്തെ ജന്മം രാവണനും പിന്നെ അയാളുടെ പേര് എപ്പോഴും ഉറങ്ങുന്ന ഒരാള്, കുംഭകർണൻ. അതെ, കുംഭകർണനും രാവണനും കുംഭകർണനും. പിന്നെ 3ാമത്തെ ജന്മം, ഈ ലാസ്റ്റ് ജന്മമാണ് ശിശുപാലനും ദണ്ഡവക്രയുമായിട്ട്. എന്നിട്ട് അവർക്ക് ഈ ജന്മം കഴിഞ്ഞാൽ മോക്ഷം കിട്ടും അല്ലെ? സായുജ്യ മോക്ഷം കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവര് വൈകുണ്ഠത്തിൽ പോകും. അതാണ് ഇവരുടെ പിന്നിലത്തെ കഥ. അപ്പം ഈ ശിശുപാലനും ദണ്ഡവക്രയും ചീത്ത ആൾക്കാരായിട്ടും എങ്ങനെ മുക്തി കിട്ടി എന്ന് ചോദിക്കാം. അവര് ഏത് സമയവും കൃഷ്ണനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. ചീത്തയായിട്ടാണെങ്കിലും അവര് കൃഷ്ണനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടാണ് അവർക്ക് മുക്തി കിട്ടിയത്. കൃഷ്ണൻ വളരെ ഇംപാർഷ്യലാണ്. കൃഷ്ണൻ നോക്കുന്ന, കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, വെദർ ഇറ്റ് ഈസ് എനിമിക്കൽ ഓർ ഫേവറബിൾ ആയിട്ടാണോ ചിന്തിക്കുന്നത് നോക്കില്ല. അവര് ചിന്തിച്ചോ ശരി, അവർക്ക് മുക്തി കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ വളരെ ദയാലുവുമാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് അവർക്ക് മുക്തി കിട്ടിയത്. അങ്ങനെ അവർക്ക് മുക്തി കിട്ടുമെങ്കിൽ
ഇത്രയും അൺഫേവറബിൾ ആയിട്ട് കൃഷ്ണനെ ഓർക്കുന്നവർക്ക് മുക്തി, സായുജ്യ മുക്തി കൊടുത്താൽ നല്ലോണം കൃഷ്ണനെ എപ്പോഴും സ്മരിച്ചോണ്ട് ഫേവറബിൾ ആയിട്ട് കൃഷ്ണനെ അനുകൂലമായിട്ട് ചിന്തിക്കുന്നവർക്ക് എന്തായിരിക്കും സ്ഥാനം കൊടുക്കുക കൃഷ്ണൻ, അല്ലേ? 5 തരം മുക്തികളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവർക്ക് കൊടുത്ത സായുജ്യ മുക്തി എന്ന് പറഞ്ഞു. 5 തരം മുക്തിയുണ്ട്. സായുജ്യ മുക്തി എന്ന് പറഞ്ഞാല് കൃഷ്ണന്റെ പ്രഭ, എഫൾജൻസ്, കൃഷ്ണന്റെ നല്ല പ്രഭയുണ്ട് കൃഷ്ണന്റെ മേത്തെന്ന് വരുന്ന ആ പ്രഭയിൽ അലിയുന്നവരെയാണ് അതാണ് സായുജ്യ മുക്തി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സാലോക്യമുക്തി എന്ന് പറഞ്ഞാൽ സെയിം ലോകം, കൃഷ്ണൻ ജീവിക്കുന്ന സെയിം ലോകത്ത് പോകാം, അതാണ് സാലോക്യ മുക്തി. പിന്നെ സാർഷ്ടി എന്ന് പറയും. സാർഷ്ടി മുക്തി എന്ന് പറഞ്ഞാല് കൃഷ്ണന്റെ സെയിം ഐശ്വര്യം കിട്ടും, കൃഷ്ണനുള്ള പോലത്തെ ഐശ്വര്യം ഉണ്ടാകും. അതിനൊരു എക്സാമ്പിൾ ആണ് ബലി മഹാരാജ്. ബലി മഹാരാജിനെ പാതാളത്തേക്ക് അയച്ചു എന്നൊക്കെ നമ്മൾ കഥ കേൾക്കില്ലേ? ഇങ്ങനെ തലയില്, കഥയെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഭഗവാന് 3 അടി മണ്ണ് ചോദിച്ചു വാമനദേവനായിട്ട്. അപ്പം എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അങ്ങ് വളർന്ന് വലുതായി ഒരു കാലുകൊണ്ട് പാതാളവും ഭൂമിയും എല്ലാം അളന്നു, പിന്നെ ഒരു കാലുകൊണ്ട് അപ്പർ പ്ലാനറ്ററി സിസ്റ്റം എല്ലാം അളന്നു. അത് കഴിഞ്ഞിട്ട് ചോദിക്കും ബലിയുടെ അടുക്ക, ഇനി 3ാമത്തെ കാല് ഞാൻ എവിടെ വെക്കും എന്ന് പറയും. അപ്പൊ തല കുനിച്ചു കൊടുക്കും, എന്റെ തലയെ വെച്ചോളാൻ പറയും. അങ്ങനെ തലയെ വെക്കും. എന്നിട്ട് ബലിയെ എന്താ, ആ ലോകത്തിന്റെ പേരെന്താ ഞാൻ മറന്നുപോയല്ലോ, ഞാൻ പറഞ്ഞു. പാതാളത്തിലല്ല, എസ് വെച്ച് തുടങ്ങുന്ന, എസ് വെച്ച് തുടങ്ങുന്ന ഒരു ലോകമുണ്ടല്ലോ. സുതല ലോകത്തിലേക്ക് വിടും. അവിടെയാണെങ്കിൽ അവിടെ നല്ല ഓപ്പുലന്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. എന്നിട്ട് വിഷ്ണു ഭഗവാൻ ഗാർഡായിട്ട് നിൽക്കും ബലിക്ക്. അത്ര നല്ല ഒരു ഓപ്പുലന്റ് പൊസിഷനും കൊടുക്കും. വിഷ്ണു ഭഗവാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യും ബലി മഹാരാജിനെ. അപ്പൊ അത്രയും ഓപ്പുലൻസ് കൊടുത്തു ബലി മഹാരാജ്. അതാണ് സാർഷ്ടി. പിന്നെയുള്ള ഒരു ഇതാണ് സാരൂപ്യം, ഭഗവാന്റെ തന്നെ രൂപം സാദൃശ്യമുള്ള ഇത് കൊടുക്കുന്ന മുക്തി. അത് വിഷ്ണു ഇപ്പൊ വൈകുണ്ഠത്തിൽ പോയാൽ എല്ലാ വിഷ്ണു അവിടെയുള്ള ആൾക്കാർക്കും 4 കൈകളുണ്ട്. അവിടെ താമസിക്കുന്നവർക്കൊക്കെ സാരൂപ്യം കിട്ടിയവരാണ് ഈ വിഷ്ണു ഭഗവാന്റെ 4 കൈകളുള്ള. പിന്നെയുള്ള സാമീപ്യം. സാമീപ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ കൂടെ കഴിയാനുള്ള ഇത്, അസോസിയേഷൻ, കൃഷ്ണന്റെ അസോസിയേഷൻ എപ്പോഴും കാണും. സാമീപ്യം, കൃഷ്ണന്റെ സാമീപ്യം എപ്പോഴും ഉണ്ട് അവരുടെ കൂടെ. ലൈക്ക് അർജുന, എവിടെ കൃഷ്ണൻ അവതാരം എടുക്കുന്നോ അവിടെ അർജുനനും കാണും ഏതെങ്കിലും ഒരു രൂപത്തില്. അതാണ് സാമീപ്യം എന്ന് പറയുന്നത്. ഇനി ഭക്തി എന്ന് പറയുന്ന ശരിക്കും ഈ 5 മുക്തികളിലും അപ്പുറമാണ്. ഭക്തന്മാർ ഒരിക്കലും ഒരു മുക്തിയും വേണം എന്ന് അവർ ആഗ്രഹിക്കില്ല. അവര് പറയുന്നത് ഞാൻ നരകത്തിൽ വേണേ പൊയ്ക്കോട്ടെ, പക്ഷേ എനിക്ക് അപ്പോഴും അവിടെ ഇരുന്നാലും എനിക്ക് ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും ആയിട്ടുള്ള അസോസിയേഷൻ വേണം. ഭഗവാനെ മറക്കാൻ പാടില്ല, ഭഗവാന്റെ നാമങ്ങൾ എനിക്ക് ഉച്ചരിക്കാനുള്ള അവസരം തരണം എന്നാണ് ഭക്തന്മാര് പറയുന്നത്. അതുകൊണ്ട് ബില്വമംഗല ഠാക്കൂർ പറയുന്നത് മുക്തി, ഭക്തന്മാരുടെ മുമ്പേ മുക്തി കൈകൂപ്പി നിൽക്കും, എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കും. എന്നിട്ട് ഭക്തന്മാർ മൈൻഡ് ചെയ്യില്ല. അത്രയും ആണ് മുക്തി പോലും വേണ്ട ഭക്തന്മാര്. അപ്പം അവർക്ക് ഉള്ള മുക്തി പറയുന്ന വിമുക്തി. ഈ 5 മുക്തികൾ കൂടാതെ വിമുക്തി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മുക്തിയാണ്. അപ്പൊ ഈ ഭക്തന്മാർക്ക് കിട്ടുന്നത് സ്പെഷ്യൽ മുക്തിയാണ്.
ഇനിയും ഈ 7 അക്ഷൗഹിണി ഉണ്ട് അല്ലേ? പാണ്ഡവന്മാർക്ക് 7 അക്ഷൗഹിണി ഉണ്ടായിരുന്നു. അതിൽ ഓരോ അക്ഷൗഹിണിക്കും ഓരോ സേനാപതിയുണ്ട്. അതില് ഒന്ന് ചേകിത്താനിയായിരുന്നു ഒരു ഇതിന്റെ അക്ഷൗഹിണിയുടെ കമാൻഡർ. പിന്നെ ഒന്ന് ദ്രുപദന്, ഒന്ന് വിരാട, പിന്നെ ഒന്ന് ഭീമൻ, പിന്നെ ഒന്ന് ശിഖണ്ഡി, പിന്നെ സാത്യകി ഒരു വേറൊരു പേര് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, യുയുധാന, പിന്നെ ദൃഷ്ടദ്യുമ്നൻ. അത് കഴിഞ്ഞ് ഈ 7 പേരുടെയും കൂടി ഓവറോൾ സേനാപതി ദൃഷ്ടദ്യുമ്നനായിരുന്നു. അങ്ങനെ 7 അക്ഷൗഹിണിയില് ഒരു അക്ഷൗഹിണിയുടെ സേനാപതിയായിരുന്നു ഇന്ന് നമ്മൾ പറഞ്ഞ ചേകിതാന. ചേകിതാന ആരാണ്? ദൃഷ്ടകേതുവിന്റെ മകൻ. ദൃഷ്ടകേതു ശിശുപാലന്റെ മകൻ. പിന്നെ ഞാൻ പറഞ്ഞു 5 ജനറേഷൻസ് ഫൈറ്റ് ചെയ്തു എന്നല്ലേ. ഇപ്പൊ 8ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയില് എന്തായിരുന്നു? അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേവരം യത് പ്രയാതി സമദ്ഭാവം യാതി നാസ്തി അത്ര സംശയഃ. എന്താ അത് പറയുന്നതെന്ന് വെച്ചാൽ, അന്ധകാല ച മാമേവ, ആരാണോ അന്ധകാലം, അന്ധകാലം എന്ന് പറഞ്ഞാൽ മരിക്കാറാകുന്ന, അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, ആരാണോ എന്നെ മാത്രം ചിന്തിക്കുന്ന, മാം ഏവ സ്മരൻ, ഏവ എന്ന് വെച്ചാൽ എന്നെ മാത്രം, മാം ഞാൻ, എന്നെ മാത്രം ആരാണോ ചിന്തിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മുക്ത്വാ കലേവരം, അങ്ങനെ ചിന്തിച്ച് അവരുടെ ദേഹം ഉപേക്ഷിച്ചാൽ, കലേവരം എന്ന് പറഞ്ഞാൽ ദേഹം, മുക്ത്വ ഉപേക്ഷിച്ചാൽ എന്ത് പറ്റും? യ പ്രയാതി സമദ്ഭാവം, അവർക്ക് എന്റെ ഭാവം തന്നെ കിട്ടും, അച്ചീവ് ചെയ്യും. എന്റെ ഭാവം അച്ചീവ് ചെയ്യുന്ന വെച്ചാൽ എന്റെ അടുത്ത് വരും നിങ്ങൾ എന്നുള്ള അർത്ഥമാണ്. യാതി ന അസ്തി അത്ര സംശയഃ, അതില് യാതൊരു സംശയവുമില്ല, അവർക്ക് അച്ചീവ് ചെയ്യും, എന്റെ സ്ഥാനം തന്നെ അവർക്ക് അച്ചീവ് ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ അതിനെന്താ വേണ്ടത്? നമ്മൾക്ക് ലാസ്റ്റ് മൊമെന്റ് ഓഫ് അവർ ലൈഫ് നമ്മൾ കൃഷ്ണനെ ആലോചിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം അല്ലെ. In order to remember him at the time of death, we have to remember him throughout our life. നമ്മൾ ജീവിതകാലം മുഴുവനും കൃഷ്ണനെ ഓർത്താലേ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരുള്ളൂ. ഞാൻ പറഞ്ഞു എന്നെനിക്ക് ഓർമ്മയില്ല, മരിക്കുന്ന സമയത്ത് എത്ര വേദന ഉണ്ടാവും എന്നറിയാവോ? 10,000 സ്കോർപ്പിയൻസ് എന്ന് പറഞ്ഞാല് ഞണ്ടല്ല, തേള്, 10,000 തേളുകൾ കടിക്കുന്ന വേദനയായിരിക്കും എന്നാ പറയുന്നത് മരണസമയത്ത്. അത്രയും വേദനയുള്ളപ്പം നമ്മള് കൃഷ്ണനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർത്താലേ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരുള്ളൂ. ലൈക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ബ്രീതിങ്, നിങ്ങൾ ശ്വാസം എടുക്കുന്നും കളയുന്നുമുണ്ട്, അത് ഓർക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഓർക്കാതെ തന്നെ നമ്മൾ ശ്വാസം എടുക്കുന്നും വിടുന്നുമുണ്ട് അല്ലെ. അതുപോലെ ആവണം കൃഷ്ണനെ സ്മരണ. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ആ സമയത്തും നമുക്ക് കൃഷ്ണനെ ഓർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മള് മരിക്കുന്ന സമയത്തല്ലേ, എനിക്കിപ്പോ 12 വയസ്സല്ലേ ഉള്ളൂ അല്ലെ, 15 വയസ്സല്ലേ ഉള്ളൂ, ഇനി എത്ര കാലം കഴിഞ്ഞാ ഞാൻ മരിക്കാൻ പോകുന്ന എന്ത് വിചാരിക്കല്ലേ. ഇപ്പോഴേ നമ്മൾ തുടങ്ങണം. ഒന്നാമത്തെ കാര്യം നമുക്കറിയില്ല എപ്പോഴ് വരെ നമ്മളുടെ ആയുസ്സുണ്ട് എന്നുള്ളത്. അപ്പൊ ഇപ്പോഴേ തുടങ്ങണം. എന്നാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ ആവണം. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? നിങ്ങളിപ്പോ കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാ? ഒരേ സംഗതി പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ, പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഓർമ്മ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെ ഓർമ്മ പുതുക്കും? ഏറ്റവും സിംപിളസ്റ്റ്, നമ്മൾ കൃഷ്ണന്റെ പേര് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അതൊരു ശീലമാകും.
അപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ ബ്രീത്ത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ അർജുനന്റെ കഥ പറയാൻ തുടങ്ങി, പിന്നെ എന്തോ വന്ന് അതങ്ങ് പോയി. ഞാൻ ആ കഥ പറഞ്ഞില്ലായിരുന്നു. അർജുനനും കൃഷ്ണനും ഒരു തവണ എവിടെയോ പോയേച്ച് തിരിച്ചു വന്നു, കൃഷ്ണന്റെ വീട്ടിൽ വന്നു. അപ്പൊ തേര് ഓടിച്ചിരുന്നത് അർജുനനായിരുന്നു. അപ്പൊ അർജുനന് ഭയങ്കര ക്ഷീണമായി. അപ്പൊ അർജുനൻ പറഞ്ഞ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ ആ ഗസ്റ്റ് റൂമിൽ കിടക്കാൻ പോയി. അപ്പൊ ഊണിന്റെ സമയമായപ്പം രുക്മിണി ദേവി വന്ന് പറയും, കൃഷ്ണ ഊണിതാ തയ്യാറായി, ഞാൻ ഡൈനിങ് ടേബിൾ എല്ലാം വെച്ചിട്ടുണ്ട്, വരൂ കഴിക്കാൻ വരൂ എന്ന് പറയും. അപ്പൊ പറയും എൻ്റെ കൂട്ടുകാരനും കൂടെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചോളാം എന്ന് പറയും. അപ്പം രുക്മിണി പറയും ശരി ഞാനെന്നാ വിളിക്കട്ടെ, അർജുനനെ പോയി വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുമ്പം അർജുനൻ നല്ല നല്ല ഉറക്കമാണ്. പക്ഷേല് അർജുനന്റെ ഓരോ രോമത്തിന്റെ ആ ഹോളിൽ നിന്നും കൃഷ്ണ 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 എന്നുള്ള പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോഴത്തേക്കും രുക്മിണി ദേവിക്ക് ഭയങ്കര അതിശയവും സന്തോഷവും ഒക്കെ വന്നിട്ട് കൈ ഇങ്ങനെ കൊട്ടാൻ തുടങ്ങും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സത്യഭാമ വന്നിട്ട് പറയും, എന്താ വന്ന് കഴിക്കാത്തത്, വന്ന് കഴിക്കൂ എന്ന് കൃഷ്ണനൊക്കെ പറയുമ്പോ പറയും, അർജുനൻ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറയുമ്പം സത്യഭാമയും പോയി നോക്കും എന്താ അവിടെ. അപ്പം ഇങ്ങനെ കൃഷ്ണ 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 എന്നുള്ള ശബ്ദം ഇങ്ങനെ ആ ദേഹത്തുനിന്ന് വരുന്നു അർജുനന്റെ. രുക്മിണി കൈയും കൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പം സത്യഭാമ ഡാൻസ് ചെയ്യാൻ തുടങ്ങും, അത്ര സന്തോഷമായിട്ട്. കുറച്ചു കഴിയുമ്പോ നാരദമുനി വരും. നാരദമുനിയും ചോദിക്കും എന്താ കഴിക്കണ്ടേ, എനിക്ക് വിശക്കുന്നു എന്ന് പറയും. അപ്പൊ അർജുനനും കൂടെ വരട്ടെ എന്ന് പറയും. അപ്പൊ നാരദനും പോയി നോക്കും. നാരദൻ പോയി നോക്കുമ്പോ ഇങ്ങനെ അർജുനൻ ഇതൊന്നും അറിയുന്നില്ല, ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. പക്ഷേ ആ ദേഹത്തെ ഓരോ സുഷിരങ്ങളിൽ നിന്നും വരുന്ന നാമം കൃഷ്ണന്റെ നാമമാണ്. അപ്പൊ രുക്മിണി ദേവി കൈകൊട്ടുന്നു, സത്യഭാമ ഡാൻസ് ചെയ്യുന്നു. അപ്പൊ നാരദൻ വീണ എടുത്ത് വായിക്കാനും തുടങ്ങും. ഇവര് എല്ലാരും പോയി വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ വന്ന് നോക്കുമ്പോ ഇതാണ് സീന്. അപ്പൊ കൃഷ്ണന് ഭയങ്കര സ്നേഹം തോന്നും അർജുനനോട്. എന്നിട്ട് കാൽക്കലിരുന്ന് തിരുമാൻ തുടങ്ങും, കാലിങ്ങനെ മസാജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പെട്ടെന്ന് അർജുനൻ ഉണരും. എന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോ പറയും, നീ എനിക്ക് എത്ര പ്രിയമാണ് എന്ന് എനിക്കിപ്പൊ മനസ്സിലായി, നിനക്ക് ഞാൻ എത്ര പ്രിയമുള്ളവനാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അപ്പൊ അത്രയുമാണ് അർജുനൻ ഉറക്കത്തിൽ പോലും കൃഷ്ണന്റെ നാമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പ്യോർ ഡിവോട്ടീസ്. അപ്പൊ അതുപോലെ നമുക്കാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഹരേ കൃഷ്ണ മന്ത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ കഥകളും ഒന്നും ഇങ്ങനെ ഓർത്തെന്ന് വരില്ല, പക്ഷേ ഈ നാമങ്ങൾ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കാം. എന്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ശരി, നമ്മൾ വേറെ ഓരോന്നൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നതിനും എത്രയോ നല്ലതാണ് അല്ലേ നമ്മൾ കൃഷ്ണ 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 എന്ന് ജപിച്ചുകൊണ്ടിരുന്നൊക്കെ. എന്നിട്ട് പറയും, നമ്മൾ അറിയാതെ താഴെ വീഴുകയാണെങ്കിൽ എന്താ ആദ്യം പറയുന്നത്, നമ്മൾ തെന്നിന്നിരിക്കട്ടെ, അപ്പൊ എന്താ നാവിൽ ആദ്യം വരുന്ന വാക്ക്, അമ്മേന്ന് പറയും അല്ലേ. എന്തെങ്കിലും പറ്റിയാൽ, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ ഉടനെ നമ്മൾ അമ്മയെന്ന് പറയും. അതിന് പകരം കൃഷ്ണ എന്ന് പറയാൻ നോക്കും, ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വെറും കൃഷ്ണ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ആ ശീലം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് കൃഷ്ണൻ കൃഷ്ണ എന്നുള്ള പേര് എപ്പോഴും വരാൻ വേണ്ടിയുള്ള ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പൊ നോക്കിയേ, നമ്മൾ എന്തിനാണ് നമ്മൾ കഴിയുന്നോളം ഈ ജന്മം കൊണ്ട് തന്നെ അവസാനിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്ന, ഈ ജന്മം കഴിഞ്ഞ് നമുക്ക് കുറെ പാപങ്ങൾ പുണ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജന്മം കഴിഞ്ഞ് വേറൊരു ജന്മം എടുക്കണം ആ പാപങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി. ആ ജന്മത്തിൽ നമ്മൾ പിന്നെയും പാപങ്ങൾ ചെയ്യും. ഏത് പ്രവൃത്തി ചെയ്താലും അതിന് ഒന്നുമില്ലോ പാപം അല്ലെങ്കിൽ പുണ്യം, ഏതെങ്കിലും ഒരു ഇഫക്റ്റ് കാണും. അൺലെസ് വി ആർ ഡൂയിങ് സംതിങ് ഫോർ കൃഷ്ണ. കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിനല്ല ആ കർമ്മ ഒരു കർമ്മവുമില്ല. അല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒന്നുമില്ലോ
ബാഡ് കർമ്മയുടെ ബാഗിൽ വീഴും, അല്ലെങ്കിൽ പുണ്യകർമ്മയുടെ ബാഗിൽ വീഴും. അങ്ങനെ ആ ബാഗുകൾ വലുതാകും. അങ്ങനെയാണ് പറയുന്ന മേരു പർവ്വതത്തിന്റെ അത്രയും ഉണ്ടാവും നമ്മളുടെ ഓരോരുത്തവരുടെയും പാപകർമ്മങ്ങൾ. അതെല്ലാം ഓരോ ജന്മം എടുത്ത് നമുക്കതെല്ലാം കളയണം. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെയും അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എൻഡില്ല. അങ്ങനെ നമ്മൾ മില്യൺസ് ആൻഡ് മില്യൺസ് ആൻഡ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് നമ്മൾ ഈ ലോകത്ത് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുന്ന റൗണ്ട് അബൌട്ട് പോലെ നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വീലിൽ തന്നെ. അതിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു എക്സിറ്റ് വേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ആനിമൽ ലൈഫിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിയൊന്നുമില്ല. അങ്ങനെ കൃഷ്ണനാമം ജപിക്കണം എന്നോ അങ്ങനെയൊന്നും ഉള്ള ബുദ്ധിയില്ല. അപ്പൊക്കെ നമ്മൾ എവല്യൂഷനാണ്. ആ സമയത്ത് കർമ്മങ്ങളുമില്ല. ആനിമൽസിനൊന്നും കർമ്മങ്ങളില്ല. മനുഷ്യ ജന്മം എടുക്കുമ്പോഴേ നമുക്ക് കർമ്മങ്ങളുള്ളൂ. അതുവരെയും ഉള്ളതൊക്കെ എവല്യൂഷനാണ്. ഒരു ജന്മത്തിൽ നിന്ന് അതിൻ്റെ അടുത്ത ഹയർ ജന്മം അങ്ങനെ 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 വന്ന് മനുഷ്യ ജന്മം എടുക്കുമ്പം പിന്നെ നമുക്ക് നല്ല കോൺഷ്യസ്നെസ് കൃഷ്ണൻ തന്നിട്ടുണ്ട്. നമുക്ക് ബുദ്ധിയും വിവേകവും എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ ഉത്തരവാദിയാണ്. നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്. കൃഷ്ണൻ നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് തെറ്റും സ്വീകരിക്കാം, റൈറ്റ് പാത്തും സ്വീകരിക്കാം. അപ്പൊ അത് ഏത് സ്വീകരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മളുടെ കർമ്മഫലം. നമ്മൾ ചീത്ത ഡയറക്ഷനിലോട്ട് പോയാൽ നമുക്ക് പാപം കുറേ കൂടും. ആ ബാഗ് നിറഞ്ഞ് മേരു പർവ്വതത്തിന്റെ അത്രയും ആകും. എന്നാൽ നമുക്ക് പുണ്യം ചെയ്തും അതും കുറച്ച് മേരു വരെയൊന്നും എത്തില്ല, എന്നാലും കുറെ കൂടിയ, എന്നാലും നമ്മൾ ജന്മം എടുക്കണം. ഐദർ പ്ലസ് ഓർ മൈനസ് ആയാലും നമ്മൾ ജന്മം എടുക്കണം. പ്ലസ് ആണ് പുണ്യം. നമ്മൾ കുറെ ചെയ്താൽ കുറെ നാള് സ്വർഗത്തിൽ പോയി അവിടെ അപ്സരസുമാരും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചിട്ട് ആ പുണ്യമൊക്കെ തീരും. അങ്ങനെ അത് എക്സോസ്റ്റഡ് ആകുമ്പം ദാഢും എന്നും പറഞ്ഞ് പിന്നെയും നമ്മൾ ഈ ഭൂമിയിലോട്ട് വീഴും. അപ്പോഴ് നമ്മൾ പുണ്യവും പാടില്ല, പാപവും പാടില്ല. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അകർമ്മത്തോടെ. അകർമ്മം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ദാറ്റ് പ്ലീസ് കൃഷ്ണ, ആക്ടിവിറ്റീസ് ദാറ്റ് പ്ലീസ് വിഷ്ണു. അതാണ് അകർമ്മം. അപ്പൊ എന്താ അതിനുള്ള മാർഗം? നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പും നമ്മൾ അത് കൃഷ്ണന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കൃഷ്ണനെ ചിന്തിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കൃഷ്ണനെ പ്ലീസ് ചെയ്യാനായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുക. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴും ആദ്യം നമ്മൾ അത് പറഞ്ഞുകൊണ്ട് എണീക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന എല്ലാം അകർമ്മമായിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കിയാൽ അല്ലെങ്കിൽ എന്താ, അടുത്ത ജന്മം നമുക്ക് മനുഷ്യജന്മം കിട്ടണം എന്നൊന്നുമില്ല. 84 ലക്ഷം തരം, എന്താ പറയാ, ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ തരം, അത്രയും തരം ലിവിങ് എൻറ്റിറ്റീസ് ഉണ്ട്, ജീവസത്തകളുണ്ട്. 84 ലക്ഷം തരം ജീവികളുണ്ട്. അതിലേതെങ്കിലും ഒന്നാകാം. ഒരു പുഴുവാകാം, ഒരു പട്ടിയാകാം, പൂച്ചയാകാം, ഒരു ശലഭമാവാം, എന്ത് വേണേ നമുക്കാവാം. എന്നിട്ട് ഇനി എത്ര ഇതുപോലത്തെ ജന്മം കഴിഞ്ഞാലാ ഇനി ഒരു മനുഷ്യ ജന്മം കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ജന്മം തന്നെ നമുക്കിതങ്ങ് തീർത്തൂടെ? സിമ്പിളാണ്, ആലോചിച്ചു നോക്കിയാല്. എന്താ ചെയ്യേണ്ടത്? അതിന് ഒരു കാര്യം ചെയ്യാനേ ഉള്ളൂ. ഏത് സമയവും കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല അല്ലേ? നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് അവിടെ എത്താം. എസ്പെഷ്യലി നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾ വളരെ പ്യുവറാണ്, ഇപ്പം ഇന്നസെന്റ് കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് കുറേ ബാഗേജ് ഇല്ല, ഈ ജന്മത്ത് കുറേ ബാഗേജ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയറാണ്
കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കാൻ, എപ്പോഴും കൃഷ്ണനെ ഓർക്കുക, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളൊന്നും ചെയ്യല്ലെന്നോ നമ്മൾ പഠിക്കല്ലെന്നോ ഒന്നുമല്ല അർത്ഥം. എല്ലാം ചെയ്യണം. ആരും പറയുന്നില്ല നമ്മളുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ സന്യാസത്തിന് പോകണം എന്നൊന്നും ആരും പറയുന്നില്ല. ഇൻഫാക്ട് കലിയുഗത്തില് നിഷേധിച്ചിരിക്കുന്നതാണ് സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്, നിഷേധിച്ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രന്മാരാണ്. ശൂദ്രന്മാർക്ക് അങ്ങനത്തെ ഒരു എലിവേറ്റഡ് ഒരു കോൺഷ്യസ്നെസ് വരില്ല, വളരെ അപൂർവമേ കിട്ടുള്ളൂ. അത് കാരണം നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഒപ്പം കൃഷ്ണനെയും കൂടെ ചേർക്കണം. എല്ലാ കാര്യത്തിൻ്റെയും സെന്ററിൽ കൃഷ്ണൻ വേണം. അങ്ങനെ ആകുമ്പം നമുക്ക് ഈ ജന്മം തന്നെ പോകാം. ഇപ്പൊ ആലോചിച്ച് നോക്കി, ഒരു കൊറോണ വൈറസ് കാണാൻ കൂടെ ഇല്ല, അത്ര സൂക്ഷ്മമായ ഒരു സംഗതി ഈ ലോകത്തിനെ മുഴുവൻ വിറപ്പിച്ചു അല്ലേ, ആ ഒരു ചെറിയ ഇത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ലോകം എന്ന് പറയുന്ന അത്ര വലിയ സന്തോഷകരമായ ലോകമൊന്നുമല്ല എന്നുള്ള നമുക്ക് മനസ്സിലായി എല്ലാവർക്കും അല്ലേ, ഒരു 2 കൊല്ലം കൊണ്ട്. അപ്പൊ പിന്നെ വേണോ ഇത്? ഇനിയത്തെ ജന്മം വരുമ്പോഴത്തേക്കും കലിയുഗം കുറെ കൂടിയും പ്രൊസീഡ് ചെയ്തു. 4,32,000 കൊല്ലമാണ് കലിയുഗം. അതിൽ 5,000 കൊല്ലം തീർന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ ഗതി, മനുഷ്യരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് എല്ലാവരും വേറൊരാളെ എങ്ങനെ ചതിക്കണം എന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള ലോകത്ത് ഇനിയൊരു ബേർത്ത് എടുക്കുമ്പോ, കുറെ കാലമൊക്കെ നരകത്തിലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും എത്രയായി കാണും കലിയുഗം. അപ്പോഴോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അതുകൊണ്ട് നമ്മൾ ഈ ജന്മം തന്നെ ഹരേ കൃഷ്ണ മതി എനിക്ക് എന്നും പറഞ്ഞങ്ങ് പോവുകയാണ് നല്ലതല്ലേ? എന്ത് പറയുന്നു? ആർക്കെങ്കിലും ഇനി വരണം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ലെസൺസ് എന്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിച്ചത്? നമ്മൾ എപ്പോഴും കൃഷ്ണനെ ചിന്തിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കണം. പിന്നെ നമ്മള് ശിശുപാലന്റെ ദണ്ഡവക്രയുടെയും കഥയിൽ നിന്ന് മനസ്സിലാക്കിയ ബാഡ് അസോസിയേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ ചീത്ത കൂട്ടുകെട്ടിന് പോവുകയേ ചെയ്യല്ലേ. അവര് ചീത്ത പിള്ളേരാന്ന് പറഞ്ഞാൽ ആ വഴിയെ പോകല്ലേ. അവര് കഴിയുത്തോളം നമ്മളെ അവരുടെ കൂട്ടത്തിൽ ചേർക്കാനൊക്കെ നോക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മുങ്ങണം. നമ്മൾ ആ അസോസിയേഷനെ പാടില്ല. ഈ ചീത്ത അസോസിയേഷൻ എന്ന് പറയുന്ന എന്താണ്? നമ്മളെ കൃഷ്ണനിൽ നിന്ന് മാറ്റുന്ന എല്ലാ അസോസിയേഷനും ചീത്തയാ. നമ്മള് കൃഷ്ണനെ അടുപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ പറയാ, എടാ ഞാനൊരു ക്ലാസ്സിൽ പോയിരുന്നു, നല്ലതാണ്, കൃഷ്ണന്റെ കഥകളൊക്കെ പറഞ്ഞു തരും, നീയും കൂടെ വാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കൂട്ടുകെട്ട് കൂടാ നല്ലതാ. പക്ഷെ ഒരാള് പറയാണ്, നീ എന്താ ഇതെല്ലാം കേൾക്കാൻ പോകുന്നു, എന്നാ വേറെ തൊഴിലൊന്നുമില്ലേ നിനക്ക്, നമുക്ക് വാ നമുക്കൊരു സിനിമ കാണാൻ പോകാം എന്ന് പറയുന്ന അത് ചീത്ത കൂട്ടുകെട്ട്. അവരെ അവോയ്ഡ് ചെയ്യണം. നല്ല നമ്മളെ കൃഷ്ണനുമായിട്ട് അടുപ്പിക്കാൻ ഉള്ള കമ്പനി നല്ലതാണ്. കൃഷ്ണനിൽ നിന്ന് നമ്മളെ മാറ്റുന്ന ഏത് അസോസിയേഷനും ചീത്ത അസോസിയേഷനാണ്. അത് പറയുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ആനുകൂല്യ സങ്കല്പ പ്രതികൂല്യം വർജനം എന്ന് പറഞ്ഞാല് ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സംഗതികൾ, കൃഷ്ണനെ അനുകൂലമായിട്ടുള്ള സംഗതികൾ ചെയ്യണം, പ്രതികൂലമായിട്ടുള്ളതെല്ലാം വർജിക്കണം. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് തന്നെ. അതുപോലെ രൂപഗോസ്വാമി എഴുതിയൊരു ബുക്കാണ് ഉപദേശാമൃതം. അപ്പൊ ഉപദേശാമൃതത്തില് 6 കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ, നമ്മളുടെ ഭക്തിയെ നശിപ്പിക്കുന്ന 6 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ജനസംഘ. ജനസംഘ എന്ന് പറഞ്ഞാല് അസോസിയേഷൻ വിത്ത് വേൾഡ്ലി മൈൻഡഡ് പീപ്പിൾ. വേൾഡ്ലി മൈൻഡഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഓരോ ഇതിൽ ഭ്രമിക്കുന്ന ആൾക്കാര്. അപ്പം സിനിമ നടികള് അങ്ങനത്തെവരെയൊക്കെ കണ്ട് എന്താ പറയാ, ഫിലിം സ്റ്റാർ ഫാൻസ്
അങ്ങനത്തെ ആൾക്കാരില്ലേ, അതുപോലത്തെവരെ കൂട്ടുകെട്ട് കൂടല്ലേ. അങ്ങനെ ആവുമ്പോ നമുക്കും പതുക്കെ പതുക്കെ അതിൽ ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് പറയുന്ന ജനസംഘം നമ്മൾ ഉപേക്ഷിക്കണം എന്ന് 6 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണിത്. ഞാൻ ബാക്കിയുള്ളത് ഇനിയുള്ള ക്ലാസ്സുകളിൽ പതുക്കെ പതുക്കെ പറഞ്ഞു തരാം, അല്ലെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കും. അപ്പൊ പിന്നെ മൂന്നാമത്തെ നമ്മൾ കണ്ടു, ശിശുപാലനും ദണ്ഡവക്രയും ഇത്രയും മോശപ്പെട്ട ആൾക്കാരായിട്ടും അവർക്ക് സായുജ്യ മോക്ഷം കൊടുത്തു. പക്ഷെ അതായിരിക്കല്ലേ നമ്മുടെ എയിം. നമ്മൾ ഫേവറബിൾ ആയിട്ട് കൃഷ്ണന്റെ ഭജിച്ചിട്ട് നമ്മള് കൃഷ്ണനുമായിട്ടുള്ള അസോസിയേഷൻ അങ്ങനത്തെ നില നമ്മൾ ആക്കാൻ. അല്ലെങ്കിൽ വിമുക്തിയാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. വിമുക്തിയിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ എവിടെ പോയാലും സാരമില്ല, കൃഷ്ണന്റെ ഓർമ്മ നമുക്ക് എപ്പോഴും വേണം എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തണം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്നൊരു 5 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ആർക്കും സംശയമില്ലെങ്കിൽ നമുക്ക് ഇന്ന് നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മോഹിനിയുടെ ഏകാദശിയുടെ കഥ കേട്ട് മാതാജി വളരെ സന്തോഷായി. പിന്നെ കുറെ കാര്യങ്ങൾ കേട്ടപ്പോ ഞാനും തന്നെ കുട്ടി പോലെ ആയി. കഥ നല്ല രസമായിരുന്നു. നല്ല കഥയുടെ പ്രത്യേകത അതല്ലേ, കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാ കഥകള്. നമ്മൾ വയസ്സായി വരുമ്പോ കൊച്ചുകുട്ടികളാകുന്നത് പോലെ അല്ലേ. അപ്പൊ നല്ല കഥകളായിരുന്നപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഒരു ചെറിയ കുട്ടിയായിരുന്നാലോ എന്ന് തോന്നിപ്പോയി. നല്ല രസമായിരുന്നു മാതാജി. വളരെ ரொம்ப താങ്ക്സ് മാതാജി ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. എല്ലാം മഹാരാജിന്റെയും പ്രഭുപാദയുടെയും അനുഗ്രഹം മാതാജി. മാതാജിക്ക് ആരോഗ്യം കിട്ടട്ടെ. ഭഗവാനെ പ്രാർത്ഥിക്കാം ഇനിയും കഥകൾ കേൾക്കാൻ വേണ്ടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നിർത്താം നമുക്കിന്ന്. മഞ്ജിമ, ഹരേ കൃഷ്ണ. നിർത്താം മോളെ.